എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വളരെ കുറഞ്ഞ സമയം കൊണ്ട് എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാവുന്ന നല്ല ക്രിസ്പിയും ഹെൽത്തിയുമായിട്ടുള്ള ഓട്സ് ദോശയാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി. കൂടെ തന്നെ ഇതിനോടൊപ്പം കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള തക്കാളി ചട്നി കൂടി തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഉടനെ തന്നെ റെസിപ്പി കാണാം. നമ്മുടെ ഇൻസ്റ്റൻറ്റ് ഹെൽത്തി ഓട്സ് ദോശ തയ്യാറാക്കാനായിട്ട് ഒരു ബൗളിലേക്ക് 1 കപ്പ് അളവിൽ ഓട്സ് ഇട്ട് കൊടുക്കാം. ഒപ്പം തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഓട്സ് നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ട് വരാം. ഇതിലെ വെള്ളമൊന്ന് തെളിഞ്ഞ് കിട്ടും വരെ 2-3 തവണ നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. നന്നായി കഴുകി വെള്ളമെല്ലാം കളഞ്ഞ ശേഷം വീണ്ടും കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒരു 10 മിനിറ്റ് നമുക്കിതൊന്ന് കുതിരാനായി മാറ്റി വയ്ക്കാം. കുതിർക്കാതെയും നമുക്കിത് തയ്യാറാക്കാം. എന്നാൽ ഓട്സിൽ അടങ്ങിയിട്ടുള്ള ഫൈറ്റിക് ആസിഡ് ശരീരത്തിലേക്ക് പോഷകങ്ങളുടെ ആഗിരണം കുറയ്ക്കുകയും ചിലരിൽ ദഹന പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യാറുണ്ട്. അതുകൊണ്ട് ഫൈറ്റിക് ആസിഡ് ഒഴിവാക്കാനായിട്ട് ഇതുപോലെ കുതിർത്ത് ഉപയോഗിക്കുന്നതാവും കൂടുതൽ നല്ലത്. ഓട്സ് കുതിർന്നു വരുന്ന സമയം കൊണ്ട് നമുക്ക് നമ്മുടെ ടൊമാറ്റോ ചട്നി തയ്യാറാക്കാം. അതിനായിട്ട് ചൂട് കെട്ടിയുള്ളൊരു പാത്രം സ്റ്റൗവിൽ വെച്ചിട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചൊന്ന് ചൂടാക്കിയെടുത്ത ശേഷം 1/2 ടീസ്പൂൺ കടുകിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. കടുകെല്ലാം ഒന്ന് പൊട്ടി വന്നതിന് ശേഷം 2 വറ്റൽ മുളകും ഒപ്പം തന്നെ 1 തണ്ട് കറിവേപ്പിലയും ചേർത്തൊന്ന് വഴറ്റിയെടുക്കാം. കൂടെ തന്നെ 2 പച്ചമുളകും മീഡിയം സൈസിലുള്ള 2 തക്കാളി ചെറുതായി മുറിച്ചതും കൂടി ചേർക്കാം. തക്കാളി ഒന്ന് വാടി കിട്ടും വരെ ഇതൊന്ന് വഴറ്റിയെടുക്കാം. നമുക്കിത് അരച്ചെടുക്കാനുള്ളത് കൊണ്ട് തക്കാളി നമുക്ക് ഇഷ്ടമുള്ള വലുപ്പത്തിൽ അരിഞ്ഞെടുത്ത് ചേർക്കാവുന്നതാണ്. ഈ സമയം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർക്കാം. 3-1 ടീസ്പൂൺ ഉപ്പാണ് ചേർക്കുന്നത്. ഉപ്പ് കൂടി ചേർത്തൊന്ന് യോജിപ്പിച്ചെടുത്ത ശേഷം തക്കാളി ഒന്ന് വെന്ത് കിട്ടാൻ ആവശ്യമായ 2-3 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്തിട്ട് ഇതൊന്ന് മൂടി വെച്ച് ഒരു മീഡിയം തീയിൽ 3 മിനിറ്റ് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അങ്ങനെ ഒരു 3 മിനിറ്റ് ആയപ്പോഴേക്കും തക്കാളിയുടെ പച്ചച്ചെല്ലാം മാറി നന്നായിട്ടൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഒന്ന് കുറച്ച് വെച്ച ശേഷം 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കാം. പൊടികൾ ചേർത്തിട്ട് പൊടികളുടെ പച്ചമണം മാറിക്കിട്ടും വരെ ഒന്ന് വഴറ്റിയെടുക്കാം. കാശ്മീരി മുളക് പൊടിക്ക് പകരമായിട്ട് നമ്മുടെ എരിവിന് ആവശ്യമായ സാധാ മുളക് പൊടി ചേർത്താലും മതി. പൊടികളുടെ പച്ചമണമെല്ലാം ഒന്ന് മാറിയതിന് ശേഷം നല്ലൊരു സ്വാദിനും ചട്നിയുടെ എരിവും പുളിയെല്ലാം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ പൊടിച്ച ശർക്കര കൂടി ചേർത്തൊന്ന് യോജിപ്പിച്ചെടുക്കാം. ശർക്കര തികച്ചും ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ശർക്കര നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇനി നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഇതിൻ്റെ ചൂടൊന്ന് കുറഞ്ഞതിന് ശേഷം മിക്സിയുടെ ചെറിയ ജാറിലേക്ക് മാറ്റി ഒട്ടും വെള്ളം ചേർക്കാതെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ടൊമാറ്റോ ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ഓട്സ് ഇവിടെ കുതിർത്ത് വെച്ചിട്ട് 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലെ വെള്ളമെല്ലാം നന്നായിട്ട് വാർന്നു കളഞ്ഞ ശേഷം ഇതൊന്ന് അരച്ചെടുക്കണം. അരച്ചെടുക്കാനായിട്ട് ഒരു മിക്സി ജാർ എടുത്തിട്ട് ആദ്യം തന്നെ ഇതിലേക്ക് ഇതുപോലെ 5-6 ചെറിയുള്ളി ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ 1 തണ്ട് കറിവേപ്പിലയും 1 പച്ചമുളകും ഒപ്പം തന്നെ കുതിർത്ത് വെച്ച ഓട്സും കൂടി ചേർക്കാം. കൂടെ തന്നെ 1/2 കപ്പ് വെള്ളം കൂടി ചേർക്കാം. വെള്ളം കൂടിപ്പോവാതിരിക്കാനായിട്ട് അരഞ്ഞു കിട്ടാൻ ആവശ്യമായ വെള്ളം മാത്രം ചേർത്താൽ മതി. കൂടെ തന്നെ 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്തിട്ട് ഇതെല്ലാം നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അരച്ചെടുത്ത മാവ് നമുക്ക് ഇതുപോലെ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മാവരച്ച മിക്സി ജാറിൽ 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ചൊന്ന് കറക്കി അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ സാധാ ദോശമാവ് പോലെ തന്നെ ഒരുപാട് കട്ടിയല്ലാത്തതും എന്നാൽ ഒരുപാട് ലൂസ് അല്ലാത്തതുമായ ഈ ഒരു പാകത്തിനാണ് നമുക്ക് മാവ് കിട്ടേണ്ടത്. ഇനി നമുക്ക് ദോശ തയ്യാറാക്കാനായി തുടങ്ങാം. അതിനായിട്ട് ദോശക്കല്ല് സ്റ്റൗവിലൊന്ന് ചൂടാക്കാനായി വെച്ചിട്ടുണ്ട്. കല്ലിൽ നിന്നും ദോശ പെട്ടെന്ന് വിട്ട് കിട്ടാനായിട്ട് വൃത്തിയുള്ള ഒരു കോട്ടൺ തുണി നല്ലെണ്ണയിലൊന്ന് മുക്കിയ ശേഷം കല്ലിൽ എല്ലായിടത്തും നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കുന്നുണ്ട്. കല്ല് നന്നായിട്ട് ചൂടായതിനു ശേഷം ഫ്ലെയിം ഏറ്റവും കുറച്ച് വെച്ചിട്ട് 1 തവി മാവ് നമുക്ക് ഈ കല്ലിലേക്ക് ഒഴിച്ചിട്ട് നമ്മൾ സാധാ ദോശ പരത്തുന്ന പോലെ ഒന്ന് പരത്തിയെടുക്കാം. മാവ് ഒഴിച്ചിട്ട് ഒരു മീഡിയം തീയിൽ വെച്ച് തുറന്നു വെച്ച് തന്നെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഒരു 10-15 സെക്കൻഡ് കഴിഞ്ഞ് ദോശയൊന്ന് ഡ്രൈ ആയതിനു ശേഷം ഇതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ കുറച്ച് ഓയിലോ അല്ലെങ്കിൽ നെയ്യോ തേച്ച് കൊടുക്കാം. ഇനി നമുക്ക് ദോശയുടെ ഒരു സൈഡ് നന്നായിട്ടൊന്ന് മുരിഞ്ഞ് കിട്ടും വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഓട്സ് ദോശ തയ്യാറാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ സാധാ ദോശ പോലെ പെട്ടെന്ന് വെന്ത് കിട്ടില്ല. ഇപ്പോൾ ഏകദേശം 1 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ദോശയുടെ ഒരു സൈഡ് നന്നായിട്ടൊന്ന് ക്രിസ്പിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് മറിച്ചിട്ട് കൂടി വേവിച്ചെടുക്കാം. ഇതുപോലെ ഒരു സൈഡ് നന്നായി ക്രിസ്പിയായി കിട്ടാതെ ദോശ മറിച്ചിടാൻ ശ്രമിച്ചാൽ ദോശ പൊട്ടിപ്പോവും. അതുകൊണ്ട് ഒരു സൈഡ് നന്നായിട്ട് ക്രിസ്പിയായി കിട്ടിയതിന് ശേഷം മാത്രം ദോശ മറിച്ചിടാനായിട്ടൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണേ. മറിച്ചിട്ട ശേഷം അടുത്ത സൈഡ് കൂടി നന്നായിട്ടൊന്ന് ക്രിസ്പിയായി കിട്ടും വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ദോശ ഇവിടെ നന്നായിട്ടൊന്ന് ക്രിസ്പിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് കല്ലിൽ നിന്നും എടുത്തു മാറ്റാം. ഇതുപോലെ നന്നായിട്ട് ക്രിസ്പിയായി കഴിയുമ്പോൾ നമ്മളിത് ഓട്സ് കൊണ്ടാണ് തയ്യാറാക്കിയത് എന്ന് പോലും മനസ്സിലാവാത്ത വിധത്തിൽ വളരെ രുചികരമായിട്ടാണ് നമുക്ക് ഈ ദോശ കിട്ടുക. അതുകൊണ്ട് നന്നായിട്ട് ക്രിസ്പി ആയതിനു ശേഷം മാത്രം ദോശ കല്ലിൽ നിന്ന് എടുക്കാനായിട്ടൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണേ. അപ്പോൾ നമ്മുടെ ഓട്സ് ദോശ ഇത്രയേ ഉള്ളൂ. ബാക്കിയെല്ലാം ഇതുപോലെ തന്നെ ഒന്ന് ചുട്ടെടുക്കാം. ഇന്നത്തെ നമ്മുടെ ഇൻസ്റ്റൻറ്റ് ഹെൽത്തി ഓട്സ് ദോശയുടെ റെസിപ്പി ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യാനും ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഫീഡ്ബാക്ക് പറയാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. മറ്റു റെസിപ്പിയുമായിട്ട് ഉടനെ കാണാം. താങ്ക്